ഇവളാണ് ഐസ് ക്വീൻ ഫ്രേയ. തന്റെ കൈയൊന്ന് വീശുമ്പോൾ തന്നെ ലോകം മുഴുവൻ ഫ്രീസാക്കാനുള്ള പവർ അവൾക്കുണ്ട്. അവൾക്ക് തീ പേടിയില്ലെങ്കിലും തന്റെ മുറിയിലേക്ക് തീ കൊണ്ടുവരാൻ അവൾ സമ്മതിക്കില്ല. ആക്ച്വലി ഫ്രേയ ഇങ്ങനൊരു രാജ്ഞിയായിരുന്നില്ല. അവൾ ഒരു സാധാരണക്കാരനുമായി പ്രണയത്തിലാവുന്നു. അതറിഞ്ഞ ഫ്രേയയുടെ ചേച്ചി അയാൾ അവളെ ഉപേക്ഷിക്കുമെന്നും അയാളുടെ സ്നേഹം കള്ളമാണെന്നും പറയുന്നു. പക്ഷേ ഓൾറെഡി അയാളുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്ന ഫ്രേയ അയാളെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. വൈകാതെ അവർക്കൊരു കുഞ്ഞു ജനിക്കുന്നു. അവൾ അയാൾ തന്നെയും കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കാത്തിരിക്കുന്നു. അങ്ങനെ അവളുടെ കാത്തിരിപ്പിന്റെ ഫലമായി അയാൾ അവളെയും കുഞ്ഞിനെയും കൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ലെറ്റർ അയക്കുന്നു. അന്ന് രാത്രി അവൾ അയാളെ കാണുന്നതിനായി കൊട്ടാരത്തിന് പുറത്തേക്ക് വരുന്നു. അതേസമയം തന്റെ മുറിയിൽ തീ വിടരുന്നത് കണ്ടവൾ പാനിക്കായി അങ്ങോട്ടേക്ക് ഓടുന്നു. കാരണം അവളുടെ കുഞ്ഞ് അതിനകത്തുണ്ട്. പക്ഷെ അവൾ എത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അവളെ കൂടുതൽ ഷോക്കാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അവളുടെ ലവറാണ് ആ തീപിടുത്തത്തിന് കാരണം. ആ കഠിനമായ വിഷമം അവളുടെ പവറിനെ അൺലോക്ക് ചെയ്യുന്നു. ഒരിക്കൽ അവൾ പ്രണയിച്ചിരുന്നയാളെ അവൾ തന്റെ കൈകൊണ്ട് തന്നെ ഫ്രീസാക്കുന്നു. അതിനുശേഷം അവൾ ആ രാജ്യം വിട്ട് നോർത്തിലേക്ക് വന്ന് തന്റെ പുതിയ രാജ്യം നിർമ്മിക്കുന്നു. മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് അവിടെയുള്ള കുട്ടികളെ പിടിച്ചുകൊണ്ടുവന്ന അടിമകളാക്കി ട്രെയിൻ ചെയ്യിച്ച് അവരെ തന്നെ പടയാളികളുമാക്കുന്നു. അവർക്ക് ആവശ്യമായതെല്ലാം കൊടുക്കുമെങ്കിലും ആരും പരസ്പരം സ്നേഹിക്കാൻ പാടില്ലെന്നും സ്നേഹം കള്ളമാണെന്നും പറഞ്ഞാണ് വളർത്തുന്നത്. പക്ഷേ എറിക്കും സാറയും ആ നിയമങ്ങൾ തെറ്റിച്ച് പ്രണയിക്കാൻ തുടങ്ങുന്നു. അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി സന്തോഷത്തോടെ ജീവിക്കാമെന്ന് തീരുമാനിക്കുന്നു. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കിയ ഫ്രേയ അവരെ തടയാൻ ശ്രമിക്കുന്നു. അവൾ എറിക്കിനെയും സാറയെയും ഒരു ഐസ് വാൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. സാറയെ ഒരാൾ കൊല്ലുന്നതായി ഇല്യൂഷൻ ഉണ്ടാക്കുന്നു. തകർന്നുപോയ എറിക്കിനെ ഒരാൾ തലക്കടിക്കുന്നു. ബോധം പോയവനെ അവർ നദിയിലേക്ക് എറിയുന്നു. എന്നാൽ എറിക്ക് തന്നെ ഉപേക്ഷിച്ച് ഓടിപ്പോയതായി സാറയ്ക്ക് ഇല്യൂഷൻ ഉണ്ടാക്കുന്നു. അതോടെ സാറ അവനെ വെറുക്കുന്നു. അതേസമയം തന്റെ ചേച്ചിയെ സ്നോ വൈറ്റ് മാജിക് മിററിനകത്ത് ബന്ധിച്ചതറിഞ്ഞ ഫ്രേയ തന്റെ പടയാളികളോട് അത് കണ്ടെത്തി കൊണ്ടുവരാൻ പറയുന്നു. ആ മിറർ കയ്യിൽ കിട്ടിയതും ഫ്രേയ അതിൽ എഴുതിയിരുന്ന മന്ത്രവാക്കുകൾ വായിക്കുന്നു. അടുത്ത നിമിഷം തന്നെ മിററിനകത്ത് നിന്ന് ഗോൾഡൻ ലിക്വിഡ് പുറത്തു വരുന്നു. പതിയെ അത് അവളുടെ ചേച്ചിയുടെ രൂപത്തിലേക്ക് മാറുന്നു. അടുത്ത ദിവസം ഫ്രേയ തന്റെ പടയാളികളോട് സ്നോ വൈറ്റിൽ നിന്ന് ചേച്ചിയുടെ രാജ്യം വീണ്ടെടുക്കണമെന്ന് പറയുന്നു. പെട്ടെന്ന് ഒളിച്ചിരുന്ന എറിക്ക് ഫ്രേയെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ചേച്ചി അവളെ രക്ഷിക്കുന്നു. അടുത്ത നിമിഷം സാറ അറ്റാക്ക് ചെയ്യുമ്പോൾ ഫ്രേയ അവളെ തടയുന്നു. അങ്ങനെ സാറയും എറിക്കിനെയും പിടിച്ച് കൊല്ലാൻ ഉത്തരവിടുന്നു. എന്നാൽ മറ്റുള്ളവർ അവരെ കൊല്ലാൻ കൂട്ടാക്കാതെ അവർക്കൊപ്പം ചേരുന്നു. ഇത് കണ്ട ഫ്രേയയുടെ ചേച്ചി ദേഷ്യം കാരണം അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. എത്രയൊക്കെ ദുഷ്ടയായി അഭിനയിച്ചാലും താൻ വളർത്തിക്കൊണ്ടുവന്ന കുട്ടികൾക്ക് അപകടം പറ്റുന്നത് ഫ്രേയയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവൾ വലിയൊരു ഐസ് വാൾ കൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ചേച്ചിക്ക് അത് കണ്ട് ദേഷ്യം വരുന്നു. ചേച്ചിയുടെ വാക്കുകൾ അവളിൽ സംശയമുണ്ടാക്കുന്നു. അവൾ എന്താണ് ചേച്ചി തന്നെ സ്ട്രോങ് ആക്കാനായി ചെയ്തതെന്ന് ചോദിക്കുന്നു. പക്ഷെ തന്റെ ചോദ്യം അവൾ ഇഗ്നോർ ചെയ്യുന്നത് കണ്ട് ഫ്രേയ അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നു. ആക്ച്വലി ഫ്രേയയുടെ മകൾ വളർന്നു വരുമ്പോൾ തന്നേക്കാൾ സുന്ദരിയായി മാറുമെന്ന് മാജിക് മിറർ ചേച്ചിയോട് പറയുന്നു. അത് കേട്ടവൾ ഫ്രേയയുടെ ലവറിനെ കൺട്രോൾ ചെയ്ത് അവളുടെ മുറിയിൽ തീപിടുത്തം ഉണ്ടാക്കിയതാണ്. സത്യം മനസ്സിലാക്കിയ ഫ്രേയ തകർന്നു പോകുന്നു. പക്ഷെ ചേച്ചി ഒരു ദയമില്ലാതെ ഫ്രേയെ അറ്റാക്ക് ചെയ്യുന്നു. ഉടനെ അവളെ എങ്ങനെയാണ് കൊല്ലേണ്ടതെന്ന് മനസ്സിലാക്കിയ ഫ്രേയ തന്റെ പവർ യൂസ് ചെയ്ത് മാജിക് മിററിനെ ഫ്രീസ് ആക്കുന്നു. അത് കണ്ട എറിക്ക് കാര്യം മനസ്സിലാക്കി തന്റെ വെപ്പൺ യൂസ് ചെയ്ത് അതിനെ തകർക്കുന്നു. തൊട്ടടുത്ത നിമിഷം ഫ്രേയയുടെ ചേച്ചി ഒരു ഗോൾഡൻ സ്റ്റാച്ചു ആയി മാറി തകർന്നു വീഴുന്നു.